അയിലിനെ തേടി ഞങ്ങൾ ഗവി വരെ പോയിരുന്നു, എന്നാൽ കണ്ടില്ല. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ അമ്മച്ചി വെച്ച അരി തിന്നാൻ ആൺമയിലും പെൺമയിലും 5 എണ്ണം ഉണ്ട്. തെങ്ങിൻ്റെ അപ്പുറത്തിരുന്ന് തിന്നുകയാണ്. കണ്ട, അത് നിങ്ങൾക്ക് നോക്കിയാൽ ആ പച്ച മുറത്തിനകത്ത് അരി വെച്ചിട്ടുണ്ട്. അതരി തിന്നുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. നിന്ന് 2 എണ്ണം കൊത്തി തിന്നുകയാണ്. ഒരു ആൺമയിലും ഒരു പെൺമയിലും. ബാക്കി 3 എണ്ണം മേളിൽ ഇരുന്ന് നോക്കുന്നുണ്ട്. അവരും ഇപ്പോൾ തന്നെ ഉടനെ വരും. കമൻട്രിയാണ് ഞങ്ങൾ പറയുന്നത്. ഓരോന്നായിട്ട് പറയാം. അടുത്തതാണ്ട് മേളിൽ നിന്ന് നോക്കുന്നുണ്ട് ഒരെണ്ണം മതിലിൻ്റെ മേൽ. കാരണം മരത്തിൻ്റെ മറവുണ്ടതുകൊണ്ട് വ്യക്തമായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. ഒന്നുകൂടെ മതിലിലേക്ക് ചാടിക്കഴിഞ്ഞു. 2 ആൺമയിലും ഒരു മയിൽ ഇതിലേക്കൂടെ കയറി ഇങ്ങനെ നടന്ന് അപ്പുറത്തോട്ട് പോയി. അവനും ഇപ്പം തിരിച്ചുടനെ തന്നെ വരും. ഇവിടെ താണ്ട് അരി ഇങ്ങനെ തിന്ന് ഇരിക്കുകയാണ്. ഇതുപോലെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന മയിലുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരമാണ്. ദാണ്ട് കണ്ടോ, ആ ഞങ്ങളുടെ മാവിൻ്റെ മണ്ടയ്ക്കും കയറി കുത്തിയിരുന്ന് താഴോട്ട് നോക്കുകയാണ്. അതാണ് ആ മാവിൻ്റെ മണ്ടയ്ക്ക് ഇന്ന് പറക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, ആൾക്കാരുണ്ട്. പിന്നെ ഞാൻ പിടിച്ചെടുത്ത കുറച്ച് ജീവികളുണ്ട്. കണ്ടോ, ഈ ജീവികളാണ് എൻ്റെ തെങ്ങിനെയൊക്കെ നശിപ്പിച്ചത്. ഈ ജീവികളെയും കൂടെ എന്തോ ചെയ്യണമെന്ന് ആലോചിക്കുക. ഞാൻ എന്തായാലും ഒരു കാര്യമുണ്ട്, ഞാൻ തായ്ലൻഡിലേക്ക് പോകുന്നുണ്ട്. അന്നേരം അവർക്ക് കൊടുത്ത് ഫ്രൈ ചെയ്യിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഐസ് വെച്ച് പാക്ക് ചെയ്താണ് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്താ ഇതാണ് ജീവികൾ. അവരിതിനെ ചുട്ടു തിന്നും, ഫ്രൈ ചെയ്യും. ഇതിനെ ചെമ്പല്ലിയും ചൊങ്കല്ലിയും ഉണ്ട്. നാലാമത്തത് എന്താണ്ട് ഇറങ്ങി വരുന്നു. കണ്ടോ, 4-മത്തത് ഇറങ്ങി വരുന്നു. കണ്ടോ കണ്ടോ വരുന്നുണ്ട്. തലയിട്ട് നോക്കുന്നുണ്ട്. കണ്ടോ അവനും വന്നു കഴിഞ്ഞു. മേളിലൊരാൾ നിൽപ്പുണ്ട്. ഒരു 4-5 പേര് ഒരുമിച്ച് കാണുകയാണ്. ആ ബോള് അരിയുടെ പാത്രം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി പോവുകയാണ്. വിട്ടുകൊടുക്കുക, അടുത്തടുത്തിലേക്ക് വിടുക, മറ്റുള്ള ആൾക്ക് കൊടുക്കുക. കണ്ടോ, അവനിങ്ങനെ നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ആ ശ്രദ്ധിക്കുന്ന ആളുടെ കയ്യിലോട്ട് കൊടുക്കുകയാണ്. കണ്ടോ, പാസ് ചെയ്തു. ആ മുറം മറ്റൊരാൾക്ക് പാസ് ചെയ്തു. ഇതിനിടയ്ക്ക് ഒരു പൂച്ച വന്നു. പൂച്ച ഇതിനെ കണ്ടുകൊണ്ട് ഓടിപ്പോയി. ആ പൂച്ച വന്നപ്പോൾ 2 പേരും കൂടി ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോഴത്തേന് അവരോടി. ഇപ്പം അവർ സ്വസ്ഥമായിട്ട് നിന്ന് കഴിക്കുകയാണ്. കണ്ടോ ഒരാൾ നോക്കുന്ന കണ്ടോ. പൂച്ച പിന്നെയും വന്നു. പൂച്ച ഓടിക്കാൻ വേണ്ടി പോവുകയാണ്. കണ്ടോ ഇപ്പോൾ പോകുന്നുണ്ടോ. അവർ ആ പൂച്ചയുടെ പുറകെ പോവുകയാണ്. ഇനി വീണ്ടും തിരിച്ചു വരും, കഴിക്കാൻ വേണ്ടി തിരിച്ചു വരും. ആ പൂച്ച ഇങ്ങനെ മേളിക്കരി നോക്കുന്നുണ്ട്. പൂച്ച കണ്ടെത്തെന്നും പറഞ്ഞതിന് വിഷയമൊന്നുമില്ല. അവരിങ്ങനെ നിൽക്കുകയാണ്. അവർ കഴിക്കുന്നുണ്ട്. കാക്കകൾക്കും കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവരുടെ അടുക്കിലോട്ട് ചെല്ലാൻ അവർക്ക് ഭയമായതുകൊണ്ട് കണ്ടോ ചിറമൊക്കെ അടിച്ച് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ ആ കാക്കകൾക്കും കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവർക്ക് കഴിക്കാൻ പേടിയാണ്. അങ്ങോട്ട് ചെല്ലാൻ പേടിയായതുകൊണ്ടാണ് നിൽക്കുന്നത്. കണ്ടോ അപ്പുറത്തൂടി ഇങ്ങനെ ഒരു വട്ടം കറങ്ങി ഇങ്ങനെ നോക്കുകയാണ്. അതാണ് അവരുടെ നല്ല രുചിയുണ്ടെന്ന് പറയുന്നത് കേട്ടു. നല്ല രുചിയുണ്ടെന്ന് കണ്ടോ. രുചിയുണ്ട്, വന്ന് കഴിച്ചോളൂ എന്നാണ് പറയുന്നത്. പക്ഷേ അവർക്ക് കഴിക്കാൻ മനസ്സുണ്ട്. അവരിങ്ങനെ വരാൻ പോവുകയാണ്. അവരിങ്ങനെ നോക്കി ശ്രദ്ധിച്ചിട്ടൊക്കെയാണ് വരുന്നത്. നല്ല കളറുള്ള വാലിന് നീളമുള്ള ഒരു ആൺമയിലാണ് ഇപ്പോൾ വന്നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പൂച്ച ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട്. പൂച്ച അതിൻ്റെ മണ്ടയ്ക്ക് കയറുമ്പോൾ അതിനെ കുത്തി ഓടിക്കാൻ വേണ്ടി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ആ മതിലിൻ്റെ മണ്ടയ്ക്കൂടെ നിന്നിട്ട് പോകുന്നുണ്ട് ഒരാൾ. അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. പൂച്ചയുടെ അടുക്കലോട്ട് എന്നിട്ട് പൂച്ച ഓടിപ്പോയി. പൂച്ച കണ്ടിട്ട് ഓടി. പൂച്ച തെക്കോട്ടോടി. ഉണ്ടോ, പൂച്ച അടുക്കലോട്ട് ചെന്നപ്പോഴത്തേന് പൂച്ച തെക്കോട്ടോടി. അത്ര ധൈര്യമാണ് പൂച്ചയ്ക്ക് കേട്ടോ. അവൻ്റെ കയ്യിൽ നിന്ന് ഒരു കൊത്ത് കിട്ടിയ പൂച്ചയുടെ കഥ തീരും. എൻ്റെ ജീവികളെല്ലാം എന്നെ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അതാണ് അതിനുണ്ടോ പൂച്ച ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. സൗണ്ട് വയ്ക്കണ്ട.
കണ്ടോ പൂച്ച പേടിച്ചോടുന്നു. ഉണ്ടോ, പൂച്ച പേടിച്ചോടി. മയിൽ അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് അടുത്തത് വരുന്നുണ്ട്. അതാണ്ട് അവൻ വരുന്ന കറങ്ങാൻ പോയിട്ടൊക്കെ വരുന്നതാണ്. 3 മതിൽ ഒരെണ്ണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, അവർ കഴിക്കുന്നുണ്ട്. 2 എണ്ണം കഴിക്കുന്നുണ്ട്. 3 എണ്ണം മതിലിൽ ഇരിപ്പുണ്ട്. അവർ ഇനി വന്ന് കഴിക്കും. ഇവർ പോയി കഴിഞ്ഞിട്ടാണ് അവർ കഴിക്കുന്നത്. ഭയങ്കര ഒത്തൊരുമയാണ്. 2 പെൺമയിലും 3 ആൺമയിലും ഉണ്ട്. ഇവനെ ഞാൻ പിടിച്ചിട്ടതാണ്. അവൻ വെളിയിൽ ചാടി കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയും പിടിച്ചു. ഇതിനെ ഞാൻ തായ്ലൻഡിൽ പോകുമ്പോൾ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ കൊടുത്തിട്ട് പൊരിച്ചു തിന്നണം. അവിടെ ചെല്ലിയും പുഴുവിനെയും പാറ്റായും പുറ്റായും ഒക്കെ പൊരിച്ചു തിന്നുന്നുണ്ട്. 2 മുതലേ കിട്ടി. അതിനും കൂടെ കൊണ്ടുപോകണമെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അവിടെ പോയിട്ട് അതും എടുത്ത് കാണിക്കാം നിങ്ങളെ. ഇരിക്കുന്നതെല്ലാം പെൺമയിൽ, 2 ആൺമയിൽ. ഇതുകൊണ്ടുണ്ടോ മതിലേക്കൂടെ പോകുന്നുണ്ടോ? അവനാണ് പോകുന്നത്. കണ്ടോ അടിപൊളിയാണ്. കണ്ടോ പോകുന്നുണ്ടോ വരുന്നുണ്ടോ അവനിങ്ങനെ വരികയാണ്. കണ്ടോ, നിങ്ങളുടെ മുൻപിലോട്ട് വരികയാണ്. അവനിങ്ങനെ താഴെ ചാടി. അതുങ്ങൾ പോവും. അതുങ്ങൾ കൊത്തി ഓടിച്ചോളൂ. അതിനൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. കണ്ടോ, ഇവനാണ് ആണുമയിൽ. മയിൽപീലിയുമായിട്ട് അവനിങ്ങനെ യാത്ര ചെയ്യുകയാണ്. 2 ഉണ്ട്. 1 പീലി ഇല്ലാത്തതെന്നുള്ളൂ. കണ്ടോ, നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് താണ്ട് ഇപ്പം കണ്ടോ കളർ ക്ലിയർ ആയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കണ്ടോ, ഞങ്ങൾ ഒളിച്ചും പാത്തുമല്ല വരുന്നത്. നേരിട്ട് വന്നിരിക്കുന്നു. നിങ്ങൾ അനൗൺസ് ചെയ്തോ, നേരിട്ട് വന്നിരിക്കുന്നു. ഉണ്ടോ, സൈഡിലെ മതിലുണ്ട്. പക്ഷെ സൈഡിൽ പോകുന്നില്ല. അരി തീരാറായിട്ടുണ്ട്. ഒരു ആൺമയിൽ കഴിക്കാനായിട്ട് വരുന്നുണ്ട്. കണ്ടോ, അടുത്തവൻ വരുന്നുണ്ട്. കണ്ടോ, എത്ര ക്ലിയർ ആയിട്ടാണ് വരുന്നത് നോക്ക്. നിങ്ങൾക്ക് നല്ല ഫോഴ്സ് ചെയ്ത് തരുന്നുണ്ട്. ഞാൻ അടുത്തതും ഫോഴ്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാനിങ്ങനെ പോവുകയാണ്. ഞങ്ങളുടെ ടെറസിൻ്റെ മേളിലാണ് നിൽക്കുന്നത്. ഞങ്ങൾ ടെറസിൻ്റെ മേളിലൊക്കെ വരും കേട്ടോ. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ടാണ് അവർ വരാതിരിക്കുന്നത്. അവരിപ്പോൾ ഇങ്ങനെ ചുറ്റി കറങ്ങുകയാണ്. കണ്ടോ കണ്ടോ, ഇവരിവിടെ നിൽക്കുകയാണ്. ഇതാണ് മയിലും കുട്ടികൾ. മയിലുകൾ എസ്ഒ മയിലുകൾ. അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ അരി ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ വരുന്നുണ്ട്. കണ്ടോ, അത് ആൺമയിൽ വാലില്ലാത്തതാണ്. പെൺമയിൽ ഇവിടെ ഉണ്ട്. ഒരാൾ കഴിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അങ്ങോട്ട് വേണ്ട, ആളുകളുണ്ട്. ഇതുകൊണ്ട് കാണ്ടിരിക്കുന്നു. ദോരിക്കുന്നു. കുഞ്ഞുണ്ട്. ഇതെല്ലാം കുഞ്ഞല്ലേ? അതല്ലേ, ഇതിന്റെ കുഞ്ഞുങ്ങൾ കരയുന്ന പോലെ. അത് ചെരുപ്പൊന്നും ഇല്ലാതെ ഇറങ്ങുന്നേ. ചാടി അങ്ങോട്ട് പോയി. വേണ്ട, നമ്മുടെ മതിലേക്ക് കരഞ്ഞത് കുഞ്ഞുങ്ങൾ കരയുന്നത് കണ്ടും കൊണ്ട് അത് എവിടെ കുഞ്ഞെന്ന് അന്വേഷിക്കാൻ പോയതാ. നീ കരഞ്ഞു നോക്കണേ. ഇങ്ങോട്ട് കയറാ. ഇപ്പം ഇങ്ങോട്ട് നീ കരയുന്ന കണ്ടുകൊണ്ടാ പോയത്. അങ്ങോട്ട് ഇങ്ങോട്ട്
തപ്പോ വീട് മൊത്തം കിടന്ന് തപ്പോ. അത് കുഞ്ഞാണെന്ന് അറിയില്ല, അതിന്റെ കൂടെ ഉള്ള ആരെങ്കിലും ആയിരിക്കും. കുഞ്ഞുങ്ങളെ കരയുന്നു ഇങ്ങനെ. ഇങ്ങോട്ട് തെന്നി പോയി. നീ വീഡിയോ കരയുന്ന വലിയ ആൾക്കാരാ. എനിക്ക് ഇവിടുന്ന് നന്നായിട്ട് കാണാം. എനിക്ക് അങ്ങോട്ട് വെള്ളം അപ്പൊ അങ്ങോട്ടെ പിടിച്ച് പതുക്കെ എനിക്കിങ്ങനെ കാണാം ഇവിടെ ഫ്രണ്ടിലില്ലേ, ഫ്രണ്ടിൽ നിൽക്കുന്ന ഫ്രണ്ടിൽ അപ്പച്ച ഞാൻ ഇവിടെ നിന്ന് പോരെ. ഞാൻ അങ്ങോട്ട് പോകത്തില്ല പോരെ.